ബേബ്സ് വെൽക്കം ബാക്ക്. ക്യാൻസർ ഓപ്പേന്റെ 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് ഇന്നലെ മയങ്ങി പോയ ട്യൂവ്, ടോം, തൂളടക്കം എല്ലാരും എണീക്കുന്നുണ്ട്. നോക്കുമ്പം അവിടെ ഗായിനെയും കാണുന്നില്ല, ബോസിനെയും കാണുന്നില്ല. ഇവരാകെപ്പാടെ ഇവിടെ ടെൻഷൻ അടിക്കുന്ന ഇതേ സമയത്ത് ബോസ് ഗായിനെയും കൂട്ടിയിട്ട് നമ്മുടെ കെഞ്ചിന്റെ അടുത്തേക്കാണ് പോയത് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ട്യൂ മഫിന്റെ അടുത്തും പായിന്റെ അടുത്തും ടോമിന്റെ അടുത്തും തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളാൻ പറയാണ്. ഗായിനെ ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ചോളാന്ന്, ഞങ്ങൾ നിന്റെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാന്നാണ് അവര് ഒന്നും പറയുന്നത്. ഇവന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അവനല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് വീട്ടിൽ പോകാൻ തന്നെയാണ് ട്യൂ പറയുന്നത്. അവരാണെങ്കിൽ കുറെ പേരുണ്ടെങ്കിൽ നല്ലതല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇത് കുറച്ച് ഡേഞ്ചർ ഉള്ള പരിപാടിയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ്. നിങ്ങൾ പോകുന്നതാണ് നല്ലത് എന്ന് ഒരു വിധത്തിൽ ട്യൂ അവരെ പറഞ്ഞ് വിടുന്നുണ്ട്. അങ്ങനെ ട്യൂവും തൂളും ഉള്ള സമയത്ത് ട്യൂ ചോദിക്കുന്നുണ്ട്, ബോസിന് നിനക്ക് എത്രത്തോളം അറിയാമെന്ന്. ഇന്നലെ നൈറ്റ് അവസാനം അവനാണല്ലോ ബിയർ കൊണ്ട് കൊടുത്തത്. ബോസിനെ ഇവരുടെ അടുത്തേക്ക് അടുപ്പിച്ചതിന് നമ്മുടെ തൂളിനാണെങ്കിലും ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ്. ഇതെല്ലാം ഞാൻ കാരണമാണ്, എനിക്ക് 2 അടീൻ്റെ കുറവുണ്ട്, ബോസ് എന്നെ അടിക്കുകയെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ സ്വന്തം കവിളിൽ എന്നെ മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എങ്ങനെയാലും ഗായനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് ട്യൂവും. ബോസ് ഇന്നലെ നമ്മുടെ തൂളിന്റെ ഫോണില് ഇവരുടെ ലൊക്കേഷൻ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ കൂട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തൂളി തോർത്ത് ട്യൂവിന്റെ അടുത്ത് പറഞ്ഞ് ഇവർ ആ ഒരു ലൊക്കേഷൻ നോക്കിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് കെഞ്ചിന്റെ ആളാണ് ബോസ് എന്ന്. അവിടെയാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് കുറേ പേര് കാത്തു നിൽക്കുന്നുണ്ട്, എല്ലാത്തിനും ഇവര് അടിച്ചിടുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് എല്ലാത്തിനും ഒന്ന് അടിച്ചിടുന്നത്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ തൂളിനെ നന്നായിട്ട് അടി കൊണ്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ തൂളിനെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ട്യൂ അവിടുന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇവിടെ ഗായിക്ക് ഇപ്പോഴാണ് ബോധം വരുന്നത്. നോക്കുമ്പം ടെറസില് അവനൊരു കസാരയില് കെട്ടിയിട്ടേക്കുവാണ്. ഇവിടെ വയ്യാതിരിക്കുന്ന തൂളിന്റെ അടുത്തേക്ക് ബോസ് വരുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. നോക്കുമ്പം അവനുണ്ടോ സമ്മതിക്കുന്നു. തൂള് ബോസിനിട്ട് ഒരെണ്ണങ്ങ് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇവിടെ കെഞ്ചി ആണെങ്കിൽ ഗായിന്റെ അടുത്ത് കരയാൻ പറയാണ്, ഒച്ചയില് വിളിച്ചു പോവാൻ. എന്നാലല്ലേ ട്യൂ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വരുള്ളൂ, എന്നിട്ട് വേണം എനിക്ക് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനെന്ന്. ഗായി ആണെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങേർക്കാണെങ്കിൽ ദേഷ്യം വന്ന ഒരുമാതിരി സൈക്കോനെ പോലെ മേലേക്ക് വെടിയൊക്കെ വെച്ച് കരയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. അപ്പൊ അവൻ ഗായും വല്ലാണ്ടങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. അവൻ പേടിച്ച് കാറി കൂന്ന് കണ്ടിട്ട് കെഞ്ചി ആണെങ്കിൽ അത് കണ്ട് ആസ്വദിച്ചേക്കാണ്. കണ്ടാലേ ശരിക്കും ഒരു സൈക്കോനെ പോലെ തന്നെയുണ്ട്. ബോസിനെ തോള് വിശ്വസിച്ചല്ലേ, എന്നിട്ട് ഇമാതിരി പണി കാണിച്ചിട്ടുണ്ടേല് അവനെ ദേഷ്യപ്പെടുന്നതില് തെറ്റൊന്നുമില്ലല്ലോ. അഥവാ ഒരു ചാൻസ് ബോസിനെ വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ട്യൂനെ ഹെൽപ്പ് ചെയ്യാൻ പറയാണ്. തൂള് പറഞ്ഞതല്ലേ, ബോസും പോകുന്നുണ്ട്. ഇവിടെ ട്യൂ ഗായുള്ള സ്ഥലത്തേക്ക് വരുന്നുണ്ട്. നോക്കുമ്പം കെഞ്ചി ഗായിന്റെ കഴുത്തിന് കത്തിയും വെച്ചിരിക്കുവാണ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിനാ ബാക്കിയുള്ളവർ ഉപദ്രവിക്കുന്നത്, നീ ആ കത്തി താഴെയിട്, എന്നിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ഫൈറ്റ് ചെയ്യുമെന്ന് തോള് പറയുന്നുണ്ട്. കെഞ്ചി ആണെങ്കിൽ കണ്ടിട്ട് ഇവനങ്ങനെ മറ്റുള്ളവരാണെന്ന് തോന്നിയില്ലല്ലോ, നിന്റെ ലവറിനെ പോലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഗായിനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. ഇത് ട്യൂന് ഇഷ്ടപ്പെടുമോ, നല്ല കലിപ്പാവുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിലാണെങ്കിൽ ഫൈറ്റ് നടക്കുന്നു. കത്തിയും ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള അടി നടക്കുവാണ്. കുറച്ച് കഴിയുമ്പം കെഞ്ചി ആണെങ്കിൽ തോക്കെടുത്ത് ഗായിനെ വെടിവെക്കുവാണ്. കറക്റ്റ് ടൈമില് ബോസ് ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കയറുമ്പം അവന്റെ കൈക്കാണ് ആ ഒരു വെടി കൊള്ളുന്നത്. അങ്ങനെ കെഞ്ചിയും ട്യൂവും തമ്മിൽ പിന്നെ അടി നടക്കുന്നു. കെഞ്ചിന്റെ വയറ്റിനിട്ട് ട്യൂ കുത്തുന്നുണ്ട്. എന്നിട്ട് പോയിട്ട് ഗായിന്റെ കെട്ടൊഴിച്ചു വിട്ട് അവനെ ഒന്ന് സമാധാനിപ്പിച്ച് അവിടുന്ന് കൂട്ടിയിട്ട് വരാണ്. ബോസിനെ മൈൻഡ് ആക്കുന്ന പോലും ഇല്ല. പാവം ബോസ് ഗായിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വെടി കൊണ്ടത്. അവരെ താഴേക്ക് വരുന്ന സമയത്ത് തൂൾ അവിടെ ഉണ്ട്. അവർ ഓക്കെ ആണെന്ന് ചോദിക്കുന്നു. ബോസ് അവരുടെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അവന്റെ കയ്യിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലീഡ് ആവുന്നുണ്ട്. ഇത് നമ്മുടെ തൂള് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചോദിക്കുന്നോ പറയുന്നോ ഒന്നുമില്ല. തൂള് കാറി കയറാൻ പോകുന്ന സമയത്ത് അവൻ വന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്നെ വിടുന്ന് പറഞ്ഞ് ഇവൻ കാറിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ട്യൂ പറയുന്നു, അവൻ എന്തുകൊണ്ടാണ് നമ്മളെ ചതിച്ചത് എന്ന് ഒന്ന് അവൻ പറയുന്ന കേൾക്കെങ്കിലും ചെയ്യുന്നു. തൂളിന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. ആളൊന്നും പറയാണ്ട് വണ്ടിയിലേക്ക് കയറുവാണ്. അങ്ങനെ എന്തായാലും അവര് ബോസിനെയും കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ട്യൂ ഗായിന്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ നീ സേഫാണ്, കെഞ്ചി നിന്നെ ഒന്നും ചെയ്യത്തില്ല ഇനി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടും കുളിക്കുന്ന സമയത്താണെങ്കിലും ഗായി പറയുന്നുണ്ട്, ട്യൂ അവന്റെ ലൈഫ് തന്നെ റിസ്ക് വെച്ച് തന്നെ രക്ഷിച്ചതിന് താങ്ക്സ്, ഞാൻ നിന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന ട്യൂവും. അങ്ങനെ പയ്യന്മാരവിടെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് കടയില് ബോസ് തൂളിന്റെ മുറിവിന് മരുന്ന് വെച്ചു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാണ്. അവന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട് തൂള്, അതും ആ വെടി കൊണ്ട കൈ തന്നെ. ചെക്കനല്ലോണം വേദന എടുക്കുന്നുണ്ട്. എന്താണ് ശരിക്കും നടന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബോസ് കെഞ്ചിന്റെ അടുത്ത് കടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ അത് തീർക്കണമല്ലോ. നിർബന്ധിച്ചാണ് കെഞ്ചി അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. ഗായിക്ക് ഡ്രഗ്സ് കൊടുക്കരുതെന്ന് വരെ ഞാൻ വിചാരിച്ചതാണ്. കാരണം നിങ്ങളിൽ ഒരാളായിട്ട് തന്നെയാണ് ഞാനും
ഫീൽ ചെയ്യുന്നത് എന്ന് ബോസ് പറയുന്നുണ്ട്. തൂളിനെ ശരിക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തൂള് സമാധാനാവുന്ന ലക്ഷണമൊന്നുമില്ല. തൂളാണെങ്കിൽ ബോസിന്റെ കയ്യിൽ ആ ബെഡ് കൊണ്ടെടുത്ത് എന്നെ പിടിച്ചിട്ട്, ഞാൻ നിന്റെ അടുത്ത് ക്ഷമിക്കാം, പക്ഷേ ഇനി ഒരിക്കലും നിന്റെ ഫേസ് പോലും കാണരുത്, എന്നെ അറിയത്തേ ഇല്ലെന്ന് ഭാവിച്ചോണം ഇറങ്ങിപ്പോവാൻ പറയാണ്. തൂളും അത്രയ്ക്ക് ബോസിനെ വിശ്വസിച്ചിരുന്നു, ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയായിരുന്നു. എന്നിട്ട് ഇമാതിരി പരിപാടി കാണിച്ചതുകൊണ്ടാണ് ഇത്രയ്ക്ക് അവനും വിഷമമുള്ളത്. ഭയങ്കര വിഷമിച്ച് തന്നെയാണ് ബോസും അവിടുന്ന് പോകുന്നത്. ഗായ്ക്ക് നൈറ്റ് പനി വരുന്നുണ്ട്. ട്യൂ ആണ് നന്നായിട്ടിരുന്ന് നോക്കുന്നത്. നൈറ്റ് ഇതൊക്കെ കഴിഞ്ഞ് അവനാണെങ്കിൽ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഒരു 2 കൊല്ലം മുന്നേ എപ്പോഴത്തെ മലർന്ന പായ്പൂൻ ട്യൂവിൻ്റെ അടുത്ത് പൈസ കളക്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞായിരുന്നു. തൂളും ട്യൂവും കൂടെ പോകുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്താണെങ്കിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബാക്ക് ഡോർ വഴി പോകാൻ നിൽക്കുന്ന സമയത്ത് അതിലെ കെഞ്ചി വരാണ്. കെഞ്ചി ഇപ്പോൾ പൈസ മേടിക്കാൻ വന്ന ആളുടെ ടീമിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇവര് ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് പരസ്പരം നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്യൂ അകത്ത് പോയി നോക്കുന്ന സമയത്ത് ഇവരെ പൈസ മേടിക്കാൻ വന്ന ആളാണെങ്കിൽ അവിടെയുള്ള പൈസ മൊത്തത്തിലെടുത്ത് മുങ്ങാൻ നിൽക്കുമായിരുന്നു. പിന്നെ ഇവരെ കണ്ടതും പേടിച്ച് പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരും തിരിച്ചു വരുന്ന സമയത്ത് അയാളാണെങ്കിൽ ബേക്കിൽ കൂടെ വന്ന് ഇവരെ വെടിവെക്കാൻ നോക്കുന്ന അതേ സമയത്ത് കെഞ്ചി അതിൻ്റെ ഇടയ്ക്ക് കയറുമ്പം അവനാണ് വെടി കൊള്ളുന്നത്. അങ്ങനെ ഇവര് കെഞ്ചിനെ ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പായ്പൂൻ ഇങ്ങനെ വന്ന് നോക്കുമ്പം ഇവനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നേന്ന്. ഇവനെ എന്നെ രക്ഷിച്ചതെന്ന് പറയുമ്പം അതിൻ്റെ പേരിലൊക്കെ എന്തിനാ കൊണ്ടുവരുന്നതെന്നാണ് പായ്പൂൻ ചോദിച്ചത്. കെഞ്ചി പായ്പൂന് വേണ്ടിയിട്ട് ലോയലായിട്ട് എന്നെ വർക്ക് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങേർക്ക് അത്ര വിശ്വാസമില്ല. കാരണം മറ്റേ ആളെ ചതിച്ചിട്ടാണല്ലോ ഇങ്ങോട്ടേക്കാണ് വന്നത്. അത് ചിലപ്പോൾ ഇവനെ ക്രൂരായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ട്യൂ കെഞ്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനും പായ്പൂൻ്റെ കാല് പിടിച്ച് ഞാൻ നിങ്ങൾക്ക് ലോയലായിട്ടിരുന്നോളാം എന്നൊക്കെ പറയുന്ന സമയത്ത് ശരി എന്നാൽ പിന്നെ ഇവൻ്റെ കാര്യം നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് പായ്പൂൻ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവരുടെ ടീമിലേക്ക് കെഞ്ചി വരുന്നത്. ഇതും ആലോചിച്ച് ട്യൂ റൂമിലേക്ക് വരുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ഇവൻ്റെ ഡോറിൻ്റെ മുന്നിൽ നേരത്തെ കെഞ്ചിന് അവൻ കുത്തിയാ കത്തിയുണ്ടല്ലോ, അത് കുത്തി വെച്ചിട്ടൊരു പേപ്പർ കാണുവാണ്. എന്നെ അത്ര പെട്ടെന്നൊന്നും നിനക്ക് കൊല്ലാൻ പറ്റില്ല എന്നും പറഞ്ഞു. ഗായ് രാവിലെ എണീറ്റ് നോക്കുമ്പം ട്യൂനെ കാണുന്നില്ല. നീ എണീക്കുമ്പോൾ ഞാനില്ലാത്തതിന് സോറി എന്നും പറഞ്ഞ് അവിടെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ട്യൂ പോയിട്ടുള്ളത്. ഞാനിപ്പോൾ ഓക്കെയാണ്, നീ എവിടെയാണെന്ന് ചോദിച്ച് ഗായ് ട്യൂനെ മെസ്സേജ് അയക്കുന്നുണ്ട്. കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഗായ് നോക്കുന്നുണ്ട് ട്യൂ ആ ഒരു മെസ്സേജ് നോക്കിയിട്ടുണ്ടോന്ന്. ഇതുവരേക്കും റീഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ വിഷമത്തിൽ അവൻ നടക്കുന്ന സമയത്താണ് വാല് പെട്ടെന്ന് അങ്ങോട്ട് വരുന്നത്. എപ്പോഴത്തെ പോലെ തന്നെ ഭയങ്കര കാഷ്വലായിട്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ച് അവനെയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. തൻ്റെ അടുത്തുള്ള ദേഷ്യമൊക്കെ വാലിന് പോയോന്ന് ഗായ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ലെന്നാണ് വാല് പറയുന്നത്. കുറെ ആയില്ലേ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടെന്ന് പറഞ്ഞ് ഫോട്ടോയും എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ട്യൂ നേരെ വരുന്നത് കെഞ്ചിനെ കാണാൻ വേണ്ടിയിട്ടാണ്. വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഗായിന്റെ കുറേ ഫോട്ടോസ് ഉണ്ട്. അതിലാണെങ്കിൽ കുത്തി വരഞ്ഞ് ഗായി ചാവണം എന്നുള്ള രീതിക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇവൻ ആകെപ്പെടെ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോഴാണ് കെഞ്ചിന്റെ അടുത്ത് നിന്ന് കോള് വരുന്നത്. ട്യൂ അങ്ങോട്ടേക്ക് വന്നത് CCTV വഴി അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചെറുക്കനാണെങ്കിൽ ഗായിനെ കൊല്ലുന്ന കാര്യം മെന്റലാണക്ക് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ട്യൂനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ ഗായിന്റെ അടുത്ത് വാല് ചോദിക്കുകയാണ് ഇന്ന് കുറെ സിനിമ വരുന്നുണ്ട്, നമുക്ക് കാണാൻ പോയാലോ എന്ന്. ട്യൂ നമ്മുടെ കോളേജിന്റെ അവിടെ പുതിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കുവാണ്. അപ്പൊ അവിടെ കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ കുറച്ച് ബിസിയാണ് എന്ന് ഗായി പറയുമ്പം എന്നാ പിന്നെ ഞാനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് വാല് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടും സെറ്റ് ആവത്തില്ല, അതുകൊണ്ട് നീ വരാത്തെയാണ് നല്ലത്, അല്ലെങ്കിൽ രണ്ടും കൂടെ വെറുതെ കിടന്ന് അടി ഉണ്ടാക്കും എന്ന് ഗായ് പറയാണ്. ഗായ് റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് നോക്കുമ്പം കട സെയിലിന് വെച്ചേക്കുവാണ് എന്നുള്ള നോട്ടീസാണ് കാണുന്നത്. എന്താ സംഭവം എന്ന് മനസ്സിലാവാണ്ട് അവൻ അകത്തേക്ക് കയറുന്ന ഇതേ സമയത്ത് ട്യൂ ഒരു ഗണ്ണെടുത്ത് വെക്കുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഗായ് വരുന്നത്. എന്താ പറ്റിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഗായ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ട്യൂ ആണെങ്കിൽ ഗായിന്റെ അടുത്ത് ബ്രേക്കപ്പ് പറയാണ്. നമ്മൾ ഒരുമിച്ചിരുന്നാൽ ശരിയാവത്തില്ലെന്നും പറഞ്ഞ് ബ്രേക്കപ്പ് പറഞ്ഞ് അവൻ പോകുന്ന സമയത്ത് ഗായ്ക്ക് പെട്ടെന്ന് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. പുറകെ പോയിട്ട് എന്താ പറ്റിയേ, ബോസ് നിങ്ങളെ ശല്യം ചെയ്യത്തില്ല, എന്നെ കിഡ്നാപ്പ് ചെയ്ത ആളാണെങ്കിൽ മരിക്കുകയും ചെയ്തു, പിന്നെന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നമ്മള് സെറ്റ് ആവത്തില്ലെന്ന് പറഞ്ഞാൽ സെറ്റ് ആവത്തില്ല, നിമരേക്ക് പോവാൻ നോക്കുന്ന് ട്യൂ പറയാണ്. അപ്പോൾ ഗായി ആണെങ്കിൽ ട്യൂനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് എനിക്ക് നീലാതെ പറ്റത്തില്ല, നമുക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ലെന്നാണോ, ഞാൻ ജസ്റ്റ് നിന്നെ യൂസ് ചെയ്തതാണ്, മര്യാദയ്ക്ക് പോവാൻ നോക്കുന്ന് പറഞ്ഞ് ഭയങ്കര ഹാഷായിട്ട് ട്യൂ ഗായിന്റെ അടുത്ത് പറയുവാണ്. അവനാണെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല. പിന്നെയും ട്യൂനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് ഗായിനെ പറഞ്ഞ് ട്യൂ പറഞ്ഞു വിടുവാണ്. പാവാ ചെറുക്കനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതിനപ്പുറമായിട്ടാണ് ഇവ നിൽക്കുന്നത്. ഇവിടെ കത്തിക്കുത്തേറ്റ് മുറിവോടെ കിടക്കുന്ന കെഞ്ചിന്റെ അടുത്തേക്ക് ബോസ് വരുന്നുണ്ട്.
ബോസാണ് ട്യൂന്റെ വാതിലിന്റെ അവിടെ ആ ഒരു ലെറ്റർ വെച്ചത്. ഗായ് ഇപ്പം ജീവനോടിരിക്കാനുള്ള കാരണം ബോസ് ആണല്ലോ. അതുകൊണ്ട് കെഞ്ചി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഗായിനെ കൊല്ലും, ട്യൂനെ കൊണ്ട് വിഷമിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് കെഞ്ചി നിൽക്കുന്നത്. ഇപ്പൊ ട്യൂന് പവറില്ല, അവൻ പൈപ്പിന്റെ കൂടെ അല്ലേ ഉള്ളത്, വിട്ടേക്കുന്നൊക്കെ ബോസ് പറയുന്നുണ്ടെങ്കിലും അതിനെ കെഞ്ചിന്റെ അടുത്തുനിന്ന് വഴക്കാണ് കേൾക്കുന്നത്. ഇവിടെ നാമി വാലിന്റെ അടുത്ത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പം അവനാണെങ്കിൽ അറിയത്തില്ല. പിന്നെ കറക്കി കുത്തി ആനിവേഴ്സറി ആണെന്ന് പറയുമ്പം അത് തെറ്റാണ്. ഇന്ന് നാമിന്റെ ബർത്ത്ഡേ ആണ്. ഇവനാണെങ്കിൽ അതുപോലും ഓർമ്മയില്ല. ഈടെയായിട്ട് കുറച്ച് കാര്യത്തില് പെട്ടുപോയെന്നാണ് ഓർക്കാത്തതെന്ന് പറഞ്ഞ് വാല് സോറി ചോദിക്കുന്നുണ്ടെങ്കിലും അവന് ഈ അടുത്തായിട്ട് തിരക്കിലുള്ളത് മൊത്തം ഗായിന്റെ കാര്യത്തിലാണ്. അത് മാത്രല്ല, ഗായിനെ ദിവസവും പോയി കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ഗായിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവൾ അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള രീതിക്ക് ഇവൻ നിൽക്കുന്നേ ഇല്ല. ആർക്കാണേലും വിഷമം ഉണ്ടാവുമല്ലോ. നിനക്ക് ശരിക്കും പറഞ്ഞാല് എൻ്റെ അടുത്ത് ഫീലിങ്സ് ഇല്ല, ഇനി നീ ഇങ്ങനെ ആരുടെ അടുത്തും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് അവള് പോകുന്നത്. അവക്കൊരു മനസ്സിലായി ഇവന് ഗായിനെയാണ് ഇഷ്ടമെന്ന്. അങ്ങനെ ഇവിടെയും ഒരു ബ്രേക്കപ്പ് അടക്കാണ്. ഗായ ആണെങ്കിൽ ഭയങ്കര വിഷമത്തിനാണല്ലോ ഉള്ളത്. സാധാരണയായിട്ട് അവന് വിഷമം വന്നാല് അക്കുറയത്തിലേക്കാണല്ലോ വരിക. ഇപ്രാവശ്യവും അവിടെ തന്നെയാണുള്ളത്. ഭയങ്കരമായിട്ട് വിഷമിച്ച് അന്ന് ട്യൂൻ ആദ്യം കണ്ടപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെയാണല്ലോ അവരെ കണ്ടതും. അങ്ങനെ കുറെ നേരം അവിടെയൊക്കെ നോക്കി കറങ്ങി നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വാലും കൂടെ വരുവാണ്. വരുന്നു എന്നല്ല, കുറെ നേരമായിട്ട് ഗായ ഒരു ഫിഷിനെ നോക്കിയേക്കാണ്. അവരും കുറെ നേരമായിട്ട് അവിടെ വന്ന് നിൽക്കുവാണ്. ഗായ ആണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞാണ് നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വാല് വിളിക്കുകയും ചെയ്യാണ്ട് അവനെ കുറച്ച് ടൈം കൊടുത്ത് അവിടെ തന്നെ സൈലന്റ് ആയിട്ട് നിന്നത്. വാല് ഗായിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരാണെങ്കിൽ കിസ് ചെയ്യാനെന്നോണം അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ കിസ് ചെയ്യുന്നൊന്നുമില്ല. ഗായിന്റെ കവിളൊടിച്ചിട്ട് നീ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് വാല് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ബീർ കുടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ സമയത്ത് വാല് പറയുന്നുണ്ട് അവനും ഇന്ന് ബ്രേക്കപ്പ് ആയിന്ന്. ഇന്ന് നാമിന്റെ ബർത്ത്ഡേ ആയിരുന്നു, പക്ഷെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി എന്ന് വാല് പറയാണ്. നിനക്ക് അവളുടെ അടുത്ത് ദേഷ്യം ഉണ്ടായിരിക്കും അവള് ബ്രേക്കപ്പ് പറഞ്ഞത് എന്ന് ഗായ് പറയുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ റിലേഷൻ അത്ര നന്നായിട്ടല്ല പോകുന്നത്. അവള് പറഞ്ഞതാണെങ്കിൽ ഞാനിപ്പോൾ അവളെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല, പഴയതുപോലെ നോക്കുന്നില്ല എന്നൊക്കെയാണ്. നിന്റെ അടുത്താണ് എനിക്ക് ഇൻട്രസ്റ്റ് എന്നാണ് അവള് പറഞ്ഞത്. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പൊ എപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് എന്ന് വാല് പറയാണ്. ഒരുമാതിരി ഗായ് നോക്കുന്ന സമയത്ത് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഡ്രിങ്ക്സും കൂടെ കുടിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട് എന്ന് പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും കുറെ കുടിച്ചിട്ടുള്ള വാലിനെയും കൊണ്ട് ഗായ് അവന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. കുളിച്ചിട്ട് കിടക്കാൻ പറയുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ ടീഷർട്ട് ഊരിയിട്ട് അവിടെ കിടക്കുവാണ്. ഗായ് എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഗായിനെ അവിടെ പിടിച്ച് നടത്തിയിട്ട് നീ എത്ര ക്യൂട്ടാണെന്നറിയോ, എനിക്ക് നിന്നെ ആദ്യം മുതലേ തന്നെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഫീലിങ്സ് നിൻ്റെ അടുത്ത് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. നോക്കാറുണ്ടായിരുന്നു. ഒന്നിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പാസ്സായപ്പോഴൊക്കെ എനിക്ക് അത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു. വാലിന് ആദ്യം തന്നെ ഗായിന് ഇഷ്ടമായിരുന്നു, പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണിലായതുകൊണ്ട് പറയാത്തതാണ്. സെറ്റാവുന്ന പെൺപിള്ളേരുടെ അടുത്ത് 2 മാസം പോലും നിൽക്കാറില്ല. എപ്പോഴും ഗായിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക തന്നെയാണ് ചെയ്യാറ്. ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് വന്നിട്ട് ഇഷ്ടമാണെന്ന് തുറന്നങ്ങ് പറയാണ്. അത്രയും പറയുന്നതോടെ നിർത്തുവാണെങ്കിൽ കുഴപ്പമില്ല. കിസ് ചെയ്യാനും കൂടെ ശ്രമിക്കുകയാണ്. ഗായ് പിടിച്ച് തള്ളി താഴെ ഇടുന്നുണ്ട്. ഇവിടെ ട്യൂൻ്റെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടം. ആള് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഗായിന്റെ അപ്പാർട്ട്മെന്റിന്റെ താഴെയാണ് വന്ന് നിന്ന് അവന്റെ റൂമിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാണ്. ഗായും വിഷമിച്ച് റൂമിൽ നിന്ന് താഴേക്ക് നോക്കിക്കുന്ന സമയത്ത് അവിടെ ട്യൂനെ കാണുന്നുണ്ട്. പക്ഷെ താഴേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ട്യൂനെ കാണുന്നില്ല. അവിടെ മൊത്തം നോക്കുന്നുണ്ട്, നേരം കാണുന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ ട്യൂ ആണെങ്കിൽ കാറി കയറി പോയിക്കൊണ്ടിരിക്കാണ്. കെഞ്ചി ഉള്ളിടത്തേക്ക് പോയിട്ട് അവന്റെ മുറിവുണ്ടല്ലോ അവിടെ തന്നെ തോക്ക് വെച്ച് അമർത്തുവാണ്. ഒരുപാട് പ്രാവശ്യം കെഞ്ചിന്റെ ജീവൻ ട്യൂ രക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം അബ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ വിഷമം എന്താണെന്ന് നിനക്കറിയത്തില്ല, എല്ലാവരും നിന്നെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് കെഞ്ചി പറയുന്നത്. അവന്റെ മുന്നത്തെ ബോസ് അവനെ ചവിട്ടുകയൊക്കെ ചെയ്യായിരുന്നു, ഭയങ്കര അടിക്കുകയൊക്കെ ചെയ്യായിരുന്നു, ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യായിരുന്നു. കെഞ്ചി പൈപ്പിന്റെ അടുത്ത് ട്യൂ പൈപ്പിനെ ചതിക്കുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിന്റെ പേരിലും കെഞ്ചിക്ക് അടിയിട്ടായിരുന്നു. എല്ലാവരുടെ അടുത്തുനിന്നും ട്യൂന് സ്നേഹമാണ് കിട്ടുന്നത്, പക്ഷെ തനിക്ക് പരിഗണന കിട്ടുന്നില്ലെന്നാണ് ഇവൻ പറയുന്നത്. നിനക്കെന്നെ കൊല്ലാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് അവൻ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ചെക്കൻ കാല് വെച്ചിട്ട് ആ മുറിവിനെ നന്നായിട്ട് ചവിട്ടുന്നുണ്ട്. കെഞ്ചിയാണെങ്കിൽ ട്യൂ എന്തോ അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചെയ്തു എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. ഒരുമാതിരി സംസാരിക്കുമ്പം അത് ട്യൂനും ഇഷ്ടപ്പെടുന്നില്ല. ഇതിപ്പം തന്നെ തീർക്കണം എന്ന് പറഞ്ഞ് അവനെ വെടിവെക്കാൻ പോകുന്ന സമയത്ത് ഇവനാണെങ്കിൽ കറന്ന് ഭയങ്കരമായിട്ട് കെഞ്ചുവാണ്. ക്ഷമിക്കാന്നുള്ള രീതിക്ക് നമ്മുടെ ചെക്കൻ നിൽക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന കത്തിയെടുത്തിട്ട്
ട്യൂനെ തന്നെ കൊല്ലാൻ നോക്കുകയാണ്. ട്യൂ അവനെ വെടിവെക്കാൻ നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടായിരുന്നു കെഞ്ചുന്നു. അങ്ങനെ പിന്നെയും ട്യൂ ഒരു അവസരം കൂടെ കൊടുക്കാണ്. ഇനി നിന്റെ മുഖം കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ടാണ് ട്യൂ അവിടെ നിന്ന് പോകുന്നത്. ട്യൂ പോയി കഴിയുമ്പം ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്കെല്ലാം നിർത്തി, കാരണം അതിലും വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് പറയുന്നുണ്ട്. കെഞ്ചി ഒന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇവനെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്യൂന് പിന്നീട് നല്ല പണി കിട്ടും. ഇവിടെ രാവിലെ വാലെണീറ്റ് നോക്കുമ്പം ഗായ് കുറച്ച് സാഡായിട്ടാണ് ഇരിക്കുന്നത്. ഇന്നലെ ഉറങ്ങിയില്ലെന്നും പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഉറങ്ങാത്തിന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നലെ നന്നായിട്ട് കുടിച്ചതുകൊണ്ട് എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ലെന്നും പറയുന്നുണ്ട്. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നാ പറഞ്ഞതെന്ന് ഗായ് പറയുന്ന സമയത്ത് വാലാണെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഗായ് ആണെങ്കിൽ നീ ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു, അറിയാണ്ട് പറഞ്ഞായിരിക്കും, എനിക്ക് മനസ്സിലാവും, സാരമില്ല, നീ ഇപ്പൊ പോയി കുളിക്കുക, ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ടില്ലാന്നും പറഞ്ഞ് എണീറ്റ് വന്നിക്കുന്ന സമയത്ത് അവന്റെ കൈ പിടിച്ച് ഇന്നലെ ഞാൻ കാര്യമായിട്ട് തന്നെയാണ് അത് പറഞ്ഞത്, മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് വാല് പറയുന്ന സമയത്ത് എനിക്കും കുറച്ച് ടൈം വേണം എന്ന് ഗായും പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ട്യൂ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർത്തല്ലോ. അപ്പൊ നേരെ ഗായിന്റെ അടുത്ത് വന്നിട്ട് ഫുഡൊക്കെ കൊടുത്ത് നിനക്ക് വേണ്ടി ഞാൻ ഫുഡ് മേടിച്ചു വന്നിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നമുക്ക് റൂമിന്റെ അകത്ത് വരുന്ന് സംസാരിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ആദ്യം പൈസ താ എന്നിട്ട് സംസാരിക്കുന്ന ഒരു സൗണ്ട് കേൾക്കാണ്. ആള് ഫുഡൊക്കെ മേടിച്ച് ഗായിന്റെ അടുത്ത് ഇത് കൊടുത്ത് എന്ത് പറയണമെന്ന് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് ചേച്ചി പൈസക്ക് ചോദിച്ചത്. പൈസയും കൊടുത്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗായ് വരുന്നത്. പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. ഗായ് വന്നിട്ട് സോയ് മിൽക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കുട്ടി ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഇവിടെ ട്യൂ നിൽക്കുന്നത്. അവിടെ ഗായിന്റെ അടുത്ത് അപ്പോഴേക്കും വാലും വരുന്നുണ്ട്. വാലാണെങ്കിൽ ഗായിന്റെ ഡ്രസ്സാണ് ഇട്ടത് പോലും. ഇവരിങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കര വിഷമം. ഗായ്ക്ക് വേണ്ടി മേടിച്ച ആ ഒരു ഫുഡ് അവിടെ വെച്ച് ഭയങ്കര വിഷമത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ കെഞ്ചി ആണെങ്കിൽ ഒരു നാണം ഇല്ലാണ്ട് പായ്പിനെ കാണാൻ വന്നേക്കുവാണ്. അവൻ ജീവനോടുണ്ട് എന്നറിഞ്ഞ് അവിടെ ഉള്ളവർ തന്നെ അവനെ അടിക്കുന്നുണ്ട്. പായ്പിനാണെങ്കിൽ വന്നിട്ട് അപ്പൊ ട്യൂ ഞാൻ പറയുന്ന ഓർഡർ ധിക്കരിക്കുന്നുണ്ടല്ലേ എന്നുള്ള രീതിക്ക് സംസാരിക്കുമ്പോഴേക്കും ഇവനാണെങ്കിൽ ട്യൂന് അബദ്ധം പറ്റിയതൊന്നല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ വിട്ടുവെച്ചെന്ന് പറയാണ്. ഇവനൊന്നും നന്നാവാനേ പോകുന്നില്ല, ഇവനെയൊക്കെ അപ്പോഴേ തീർക്കണ്ടായിരുന്നു. നീ എന്ത് തരത്തിലെ ഇങ്ങോട്ടേക്ക് വന്നേന്നാണ് പായ്പൂൻ ചോദിക്കുന്നത്. പായ്പൂന്റെ അടുത്ത് ഞാൻ എത്ര ലോയൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ പറഞ്ഞത് കള്ളം തന്നെയാണ്, എൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്നും പറഞ്ഞ് കാലിലേക്ക് അങ്ങ് വീഴുവാണ്. ഇനിയിപ്പം മരിക്കണം എന്നാണെങ്കിൽ പായ്പൂന്റെ കൺമുന്നിൽ തന്നെ മരിക്കാം എന്നൊക്കെ പറഞ്ഞ പായ്പൂന്റെ അടുത്ത് ഭയങ്കര ലോയൽ ആണെന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. പായ്പൂനാണെങ്കിൽ തോക്കെടുത്ത് കൊടുക്കുന്നു. കെഞ്ചി ആണെങ്കിൽ അത് വായിൽ വെച്ച് കുറച്ചേരം നിൽക്കുന്നുണ്ട്. പായ്പൂൻ അവന് ഒരവസരം കൂടെ കൊടുക്കാണ്. തോക്കും എടുത്ത് കൊടുക്കുന്നുണ്ട്. തോക്കും കൂടെ കിട്ടിയതും കെഞ്ചി ആണെങ്കിൽ ഭയങ്കര വില്ലത്തരത്തിലാണുള്ളത്. ഡെബിറ്റ് കളക്ട് ചെയ്യലാണല്ലോ ഇവരുടെ മെയിൻ പരിപാടി. അതിന് വേണ്ടിയിട്ട് ബോസിനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഒരാൾക്ക് കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ പോയിട്ട് പൈസ വേണമെന്ന് പറഞ്ഞ് ഒരുമാതിരി അങ്ങ് ഭീഷണിപ്പെടുത്തുവാണ്. ട്യൂ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പം തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രശ്നമാവില്ലേ, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ബോസ് ചോദിക്കുന്നുണ്ട്. ട്യൂവിന്റെ സ്ഥാനം റീപ്ലേസ് ചെയ്യാനാണ് ഇവനിപ്പോ ശ്രമിക്കുന്നത്. വേണ്ടി വന്നാല് പായ്പിനെ പോലും ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന രീതിക്കുള്ള വില്ലത്തരത്തിലാണ് ഇവൻ നിൽക്കുന്നത്. ബോസിനിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നതും പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് വാലും ഗായും കൂടെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് വാല് സംസാരിക്കുന്നുണ്ട്. ഓക്കെ എന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ റോഡ് ശ്രദ്ധിക്കാതെ നടക്കുമ്പം കാർ ഇടിക്കേണ്ടതായിരുന്നു, വാലാണ് ജസ്റ്റ് മിസ്സിനെ മാറ്റുന്നത്. എന്നിട്ട് ഗായനെ കൈയും പിടിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതും കൈ കോർത്ത് പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. കൈ അങ്ങനെ പിടിച്ചിരിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത കണക്ക് അപ്പുറത്തെത്തുന്ന സമയത്ത് ഇവിടെ കാറൊന്നുമില്ലല്ലോ, ഇനി വിട്ടോളാൻ പറയുന്നുണ്ട്. പക്ഷേ ഇനിയും കുറെ നടക്കാനില്ലേ എന്നും പറഞ്ഞ് വാല് കൈ പിടിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ഒരു കാര്യങ്ങളും ഭയങ്കരമായിട്ട് വിഷമിച്ച് ട്യൂ നിന്ന് കാണുന്നുണ്ട്. ഗായിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. അവിടെ നിന്ന് വാലാണെങ്കിൽ ഗായ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഗായി വാലിന് ഇഷ്ടപ്പെടുന്ന ഫുഡും ഓർഡർ ചെയ്യുന്നുണ്ട്. വാൽ അധികം തിന്നാത്തൊരു ഡിഷ് ഓർഡർ ചെയ്യുന്നുണ്ട്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ് ഗായ് പറയുന്നത്. നീ ഹാപ്പി ആവുമെങ്കിൽ ഞാൻ തിന്നാൻ തയ്യാറാണെന്ന് അവനും. ആ ഡയലോഗൊക്കെ അടിച്ച് ചെക്കൻ്റെ കൈ പിടിക്കാൻ വരുന്ന സമയത്ത് ഗായിന്റെ ഫോൺ റിങ് ചെയ്യാണ്. വിളിച്ചത് ടോമാണ്. ഗെയിം കളിക്കാൻ വരുന്നു എന്ന് ചോദിച്ചാണ് വിളിച്ചത്. അന്ന് നടന്ന കാര്യത്തിന് ഗായ് സോറി ചോദിക്കുന്നുണ്ട്. ടോമാണെങ്കിൽ അത് സാരമില്ലെന്ന് പറഞ്ഞിട്ട് ട്യൂവും കൂടെ വരുമെന്ന് ചോദിക്കാണ്. വരാൻ ചാൻസ് ഇല്ലെന്ന് ഗായ്. ഇതൊക്കെ ഫോണിന് കുറച്ച് സൗണ്ട് കൂടുതലായതുകൊണ്ട് വാലും കേൾക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആ ഒരു കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടിട്ട് ഗായ് ചോദിക്കുമ്പം ഞാൻ നിന്റെ കൂടെ ഗെയിം കളിക്കാൻ കൂടിക്കോട്ടെ എന്ന് പറയാണ്. എന്തിനാന്ന് വെച്ചാല് ഗായിന്റെ ലോകം അവനും കൂടെ പരിചയപ്പെടണമെന്ന്. അങ്ങനെ കളിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ കളിയിൽ തന്നെ
ഇവരാണ് ജയിക്കുന്നത്. വാലാണേലോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഗായിന്റെ കഴുത്തിലേക്ക് കയ്യൊക്കെ ഇട്ടിട്ടാണ് നിന്നത്. കുറച്ച് കഴിയുമ്പം നമ്മുടെ ചെക്കൻ അത് ഇഷ്ടപ്പെടുത്താണക്ക് ആ കയ്യങ്ങ് മാറ്റുന്നുണ്ട്. എല്ലാ കാര്യത്തിലും സ്പോർട്സ്, പഠിത്തം, എല്ലാ കാര്യത്തിലും വാല എങ്ങനെ ഫസ്റ്റ് നിൽക്കുന്നേന്ന് ഗായ് പറയുന്നുണ്ട്. പക്ഷെ നിന്റെ കാര്യം വരുമ്പോൾ മാത്രം അങ്ങനെയല്ലല്ലോ എന്ന് വാലയെ കുറിച്ച് ഫീൽ ചെയ്ത് പറയുന്നുണ്ട്. ഇവിടെ ഗായിക്കാണെങ്കിൽ ആദ്യമൊക്കെ അവന് വാലിനെ ആയിരുന്നല്ലോ ഇഷ്ടം. ഇപ്പൊ ഉള്ളതുപോലെ ഉണ്ടാവണമെന്നായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഒരു എക്സൈറ്റ്മെന്റും അവനെ ഇപ്പം തോന്നുന്നില്ല. ഇവിടെ ട്യൂ ഭയങ്കര വിഷമിച്ച് ഗായ് കൊടുത്ത ആ ഒരു കശിഫ് നോക്കിയിരിക്കുന്ന സമയത്ത് തൂള് ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ ഒരു പ്രാവശ്യം പോയിട്ട് ഗായിനെ കണ്ടുകൂടെയെന്ന്. ശരിയാവില്ല, അവൻ അവൻ്റെതായ ലോകത്തിരിക്കട്ടെ, അവനിപ്പോ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് വിഷമിച്ച് ട്യൂ ഇരിക്കുകയാണ്. ഇവിടെ ടോമും പായും മഫിനും കൂടെ ഗായ് വരുവോ ഇല്ലയോ സമ്മതിക്കോ ഇല്ലയോ എന്ന് അറിയാണ്ടാണ് നിൽക്കുന്നത്. ഗായ് അങ്ങോട്ടേക്ക് ആ വാലിനെയും കൂട്ടി വരുന്നുണ്ട്. അങ്ങനെ വാലും ഗെയിം കളിക്കാനുണ്ടെന്ന് അറിയുമ്പം ഇവനറിയില്ലല്ലോ. അപ്പൊ പായിയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇവര് സംസാരിച്ച് നൈറ്റും ആവുന്നു. ഇവരിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ച് നിൽക്കുന്നതൊക്കെ ട്യൂ കാണുന്നുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര വിഷമത്തില് നീ ഹാപ്പി ആയിട്ടിരുന്നാ മതി എന്നും പറഞ്ഞ് പോവാണ്. ട്യൂ പോകുന്ന സമയത്ത് അവനെ ആരോ ഫോളോ ചെയ്യുന്ന കണക്ക് തോന്നുവാണ്. അങ്ങനെ ഒരു കാറിന്റെ സൈഡിലേക്ക് മാറിയെന്ന് ഒരു കത്തിയെടുത്ത് നിൽക്കുന്നുണ്ട്. പുറകെ വന്ന ആള് അടുത്തെത്തുന്ന സമയത്ത് പിടിച്ച് കത്തി ഓങ്ങുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഗായി ആണെന്ന്. അവനാണെന്ന് മനസ്സിലാക്കിയതും പോവാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഗായി ആണെങ്കിൽ പിടിച്ചു നിർത്തിയിട്ട് പിന്നെ എൻ്റെ അടുത്തുനിന്ന് ഓടി ഒളിക്കാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് കാണുന്നില്ലേ ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലണ്ടതായിരുന്നു എന്ന് ട്യൂ. പക്ഷെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ഗായി. നീ എന്നെ ഫോളോ ചെയ്യുന്നത് നിർത്തുന്ന് പറഞ്ഞ് ട്യൂ നിൽക്കുന്ന സമയത്ത് ശരിക്കും ആരെയാ ഫോളോ ചെയ്യുന്നതെന്ന് ഗായി ചോദിക്കുകയാണ്. രാവിലെ ആ ഒരു സോയ മിൽക്ക് ട്യൂ കൊണ്ടുവച്ചിട്ട് പോകുന്നത് ഗായി കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നേരത്തെ ആണെങ്കിലും അവനവിടുന്ന് പോകുന്നത് കണ്ടതുകൊണ്ടാണ് ഗായി പുറകെ വന്നത്. ജസ്റ്റ് നീ എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിന്റെ ആ ഒരു പഴയ ലോകം തിരിച്ചറിഞ്ഞെന്നുണ്ടായിരുന്നു. നീ ഹാപ്പി ആയിട്ടിരിക്കുന്ന കണ്ടാല് ഞാനും ഹാപ്പി ആവും എന്ന് ട്യൂ പറയാണ്. നീ ഇല്ലാണ്ട് ഞാൻ എത്രത്തോളം സാഡാണെന്ന് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? നീയാണ് എൻ്റെ ഹാപ്പിനെസ്. പണ്ടൊക്കെ എനിക്ക് വാലിൻ്റെ ആയിരുന്നു ഇഷ്ടം, പക്ഷെ നീ ഇല്ലാതെ എന്നെ കൊണ്ടാവുന്നില്ല എന്നൊക്കെ കുറേ കാര്യങ്ങള് ഗായി പറയുന്നുണ്ട്. എത്രയൊക്കെ നമ്മുടെ ട്യൂനും റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പയ്യന്മാരങ്ങനെയും ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെയും ഒരുമിച്ച് ഇവരിങ്ങനെ ഭയങ്കര സ്നേഹത്തില് പിന്നെയും റീജോനായി കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാല് കാണുന്നുണ്ട്. അവനും മനസ്സിലായി ഗായിക്ക് ശരിക്കും ട്യൂനെ തന്നെയാണ് ഇഷ്ടം, തനിക്ക് അവനെ ഒരിക്കലും കിട്ടത്തില്ലെന്ന്. തിരിച്ച് ടോമിന്റെ അടുത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അവര് ചോദിക്കുന്നുണ്ട് ഗായ് എവിടെ പോയെന്ന്. വയ്യെന്ന് പറഞ്ഞു തിരിച്ച് റൂമിൽ പോയെന്ന് വാല് പറയുന്നുണ്ട്. എന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പയ്യന്മാരാണെങ്കിൽ അന്ന് ഇവരെ കമ്മിറ്റഡ് ആയ സമയത്ത് കിസ് ചെയ്ത് നേരെ റൂമിലേക്ക് പോയില്ലായിരുന്നു. അതേപോലെ റൂമിൽ വന്നിട്ടും കിസ്സിങ് കണ്ടിന്യൂ ചെയ്യാണ്. ഇതിന്റെ ഇടയ്ക്കാണ് ഡോറ് നോക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നത്. ആരാണെന്ന് അറിയില്ലല്ലോ. ട്യൂവും ഗായിന്റെ അടുത്ത് സേഫായിട്ട് നിൽക്കാനും പറഞ്ഞ് ഡോർ പോയി തുറക്കുവാണ്. നോക്കുമ്പം ബോസ് ആണ് വന്നിട്ടുള്ളത്. പൈപ്പിനെ കൊല്ലാൻ പോവാണ്, പ്ലീസ് ഹെൽപ്പ് ചെയ്യുന്നാണ് ബോസ് പറയുന്നത്. കെഞ്ചിയും ബോസും കൂടെ ഒരാളെ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ് കാണിക്കുന്നത്. ബോസിനെ പുറത്ത് നിർത്തിയിട്ട് കെഞ്ചി മാത്രമാണ് അകത്തേക്ക് പോകുന്നത്. പൈപ്പിന്റെ ഇപ്പോൾ ഉള്ള ആ ഒരു സ്ഥാനം കെഞ്ചിക്ക് കൈക്കലാക്കണം. അതിന് പൈപ്പിനെ കൊന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ചീഫ് സൺ എന്ന് പറയുന്ന ഒരാളും കെഞ്ചിയും കൂടെ പ്ലാൻ ചെയ്യുന്നത്. പൈപ്പിന്റെ സ്ഥാനത്തേക്ക് താൻ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇരട്ടി ലാഭം ഇപ്പൊ കിട്ടുന്നതിനെക്കാട്ടും കിട്ടും എന്നൊക്കെയാണ് കെഞ്ചി വാഗ്ദാനം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളും പൈപ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ടാണ് ബോസ് നേരെ ട്യൂവിന്റെ അടുത്തേക്ക് വന്നിട്ട് പൈപ്പിന്റെ ജീവന് ആപത്തുണ്ട് എന്ന് പറയുന്നത്. കെഞ്ചി ഇങ്ങനെ ചതിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ട്യൂവും പെട്ടെന്ന് തന്നെ പൈപ്പിന്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുന്നുണ്ടെങ്കിലും ഗായി തടഞ്ഞു വെക്കുവാണ്. ഈ ഒരു സാഹചര്യത്തില് ട്യൂ പറയുന്നത് മാത്രമേ പൈപ്പിന് കേൾക്കൂന്ന് ബോസ് പറയുമ്പം ശരി ഓക്കെ എന്ന് പറഞ്ഞ് ട്യൂ എണീറ്റ് പോവാൻ നിൽക്കുന്നുണ്ടെങ്കിലും ഗായി സമ്മതിക്കുന്നില്ല. ബോസിന്റെ അടുത്ത് പൊക്കളാൻ പറയാണ്. ഗായിക്കും ട്യൂനും ഒന്ന് സംസാരിക്കണമെന്ന്. വേറെന്താ പറയാ, പോകണ്ടെന്ന് തന്നെയാണ് ഗായ് പറയുന്നത്. പൈപ്പിന് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിന് തിരിച്ചു കൊടുക്കുന്ന കണക്ക് ഇപ്പൊ എനിക്ക് പോണം. ഇത് വലിയൊരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് ട്യൂ പറയുന്നുണ്ട്. അത് അവരുടെ കാര്യമാണ്, അവരെ നോക്കിക്കോളും. നീ എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇനി ഇതിലേക്കൊന്നും പോകത്തില്ലെന്ന്. അവര് തന്ന ഹെൽപ്പിന് തിരിച്ചു കൊടുക്കുന്നതാണോ നിനക്ക് എന്നെക്കാട്ടി ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഗായ് ചോദിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടിരുന്ന് കരയുവാണ്. ജീവൻ പണയം വെച്ചുള്ള പരിപാടിയാണ്. ട്യൂൺ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഗായ് എന്താക്കും? ചെക്കൻ ഭയങ്കരമായിട്ട് കരയുന്ന കണ്ടിട്ട് ട്യൂൺ സമ്മതിക്കുന്നുണ്ട്. ശരി ഞാൻ എങ്ങോട്ടേക്കും പോകുന്നില്ല, നീയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ, അതെപ്പോഴും അങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കും നീ ഇതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് തിരിച്ച് ഗായും പറയുന്നുണ്ട്. അങ്ങനെ പയ്യന്മാരെ കിസ് ചെയ്ത് നേരെ ബെഡിലേക്കും പോകുന്നു. കുറച്ച് കഴിയുമ്പം ഗായ ഉറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ട്യൂ
ബോസിനെ മെസ്സേജ് അയക്കുന്നു. കെഞ്ചിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയണമെന്നും പറഞ്ഞ്. അങ്ങനെ പിറ്റേന്ന് ഗായ് എണീറ്റ് പോകുമ്പം അവിടെ ട്യൂനെ കാണുന്നില്ല. പേടിച്ചിട്ട് ട്യൂന്ന് ഒച്ചയിൽ വിളിക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട് എന്ന് സൗണ്ട് കേൾക്കാണ്. നോക്കുമ്പോ ട്യൂ അവിടെ ഉണ്ട്. അപ്പോഴാണ് ചെക്കനൊന്ന് സമാധാനാവുന്നത്. ബുൾസൈ ഉണ്ടാക്കിക്കൊണ്ട് ട്യൂ പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ലെന്ന്. നമ്മുടെ ചെക്കനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ട്യൂനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പറ്റി ആലോചിച്ച് നോക്കാണ്, രാവിലെ ഇവൻ ബെഡിൽ നിന്ന് എണീറ്റത് തന്നെ ബോസിന്റെ കോള് കണ്ടിട്ടാണ്. വൈകുന്നേരമാണ് അവര് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പം ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ആലോചിച്ച് ഇപ്പൊ ട്യൂ നീക്കുമ്പോഴാണെങ്കിൽ ആ ബുൾസൈ അങ്ങ് കരിഞ്ഞുവാണ്. സ്മെല്ല് കേട്ടിട്ട് ഗായ് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. എന്തായാലും കുഴപ്പമില്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഗായ് ആ ഒരു ബ്രെഡ് എടുത്ത് തിന്നുന്നുണ്ട്. എപ്പോഴത്തെ പോലെ തന്നെ ട്യൂനെ വായില് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നീട്ടുന്നുണ്ട്. കടിക്കാൻ വരുന്ന സമയത്ത് അങ്ങ് മാറ്റുവാണ്. എൻ്റെ അടുത്താണോ വാവേ നീ കളിക്കുന്നതെന്നുള്ള രീതിക്ക് നമ്മുടെ ചെക്കനാണെങ്കിൽ പോയിട്ട് ഗായിനെ കിസ് ചെയ്യാണ്. ഗായ് ചെയ്യാവുന്ന കണ്ടിട്ട് ട്യൂച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെക്കനെയും കൂട്ടിയിട്ട് നേരെ കോളേജിലേക്കും പോകുന്നുണ്ട്. ക്ലാസ്സിൽ കൊണ്ടുവിടുന്നു. ഈ സമയത്ത് വാലാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അവൻ പിന്നെയും നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോന്ന്. ചിരിച്ചോണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങള് പാച്ചപ്പായെന്ന് ഗായ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് മിസ് എന്തോ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം ബേക്ക് ചെയ്യുന്ന ഒരാള് കൈവെക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് ട്യൂ ആണ്. ഗായ് നോക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വാല് നിന്റെ അടുത്ത് എനിക്ക് പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ട്യൂ വരുന്നുണ്ട്. എനിക്ക് ഷോപ്പിലെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ വിളിക്കുകയെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തൂളും ബോസും ആണെങ്കിൽ അവിടെയുള്ള ഗൺസ് ഒക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. ഈ സമയത്ത് തൂൾ ആ ഒരു ഗണ്ണിനെ കുറിച്ചൊക്കെ കുറെ സംസാരിക്കുന്നുണ്ട്. ബോസ് ചോദിക്കുന്നുണ്ട് തൂളിനെ വിശക്കുന്നുണ്ടോന്ന്. റിപ്ലൈ ഇല്ല. ബോസ് എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ തൂളാണെങ്കിൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടല്ലാണ്ട് ഒന്നും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അത് ബോസ് ചോദിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് നിന്റെ അടുത്തൊന്നും സംസാരിക്കാനില്ലെന്ന് തൂള്. ബോസ് പിന്നെയും തൂളിന്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ട് കള്ളം പറഞ്ഞതിന്. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് ശരിക്കും ഉള്ളത് തന്നെയാണ്, ഒന്ന് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ഇതല്ല അതിനുള്ള ടൈം എന്ന് തൂള്. ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാന്ന്. അപ്പോഴേക്കും നമ്മൾ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും ഉറപ്പില്ലെന്ന് നമ്മുടെ ചെക്കൻ പറയുന്ന സമയത്ത് എന്തിനാ നീ ഇപ്പൊ ഇങ്ങനത്തെ വർത്താനം പറയുന്നതെന്ന് തൂള്. ഒരാളെ ക്ഷമിക്കാണ്ട് മരിക്കുന്നതൊക്കെ ഭയങ്കര കഷ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബോസ് നിൽക്കുന്നത്. എന്നാലും തൂള് പ്രത്യേകിച്ച് അങ്ങ് ക്ഷമിക്കുന്നൊന്നും ഇല്ല. ഇവിടെ ഗായും വാലും കൂടെ സംസാരിക്കുകയാണ്. അവര് പൊതുവെ എന്ത് കാര്യം ഉണ്ടെങ്കിലും സംസാരിക്കാൻ വരുന്ന പ്ലേസ് ആണ് ഇത്. പക്ഷെ ഇനിയിപ്പം അങ്ങനെ ആയിരിക്കില്ലല്ലോ എന്നൊക്കെയുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. എന്തുവാണേലും നീ എൻ്റെ ഫ്രണ്ട് ആയിരിക്കും. ഇനിയിപ്പോൾ അഥവാ നിനക്ക് എൻ്റെ കൂടെ ഫ്രണ്ടായിട്ടിരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിന്റെ ഡിസിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യും എന്ന് ഗായ് പറയുന്നുണ്ട്. ഒരു ഫ്രണ്ടായിട്ട് ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, നമ്മൾ കട്ട ചങ്സ് ആണെന്നും പറഞ്ഞ് വാലയും. അങ്ങനെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടെ ഡീപ്പ് ആവുന്നുണ്ട്. ഇവിടെ ട്യൂ തൂളിന്റെ അടുത്തേക്ക് വന്നിട്ട് മൂന്നുപേരും കൂടെ ഗണ്ണും എടുത്ത് പോവാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗായ് വരുവാണ്. തൂളിന്റെ അടുത്തുള്ള ഗണ്ണ് കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ട് പിന്നെ നീ പോവാൻ നോക്കാണോന്ന് ചോദിച്ച് ഗായ് പറയുന്നുണ്ട്. ട്യൂ ബോസിനെ നോക്കുന്നു. ബോസ് ഗായിനെ പോയിട്ട് പിടിച്ചു നോക്കാണ്. ഇപ്പൊ എനിക്ക് വേറെ വഴിയൊന്നുമില്ല, പോയേ പറ്റൂന്നും പറഞ്ഞ് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. നീ എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്താണ് പോവല്ലേ എന്ന് ഗായ് കുറെ പറയുന്നുണ്ട്. ബോസാണ് അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ട്യൂവും തൂളും കൂടെ പൈപ്പിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴേക്കും അവിടെ ഓൾറെഡി തന്നെ കെഞ്ചി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവരും അവിടെയുള്ള ആൾക്കാരെയൊക്കെ അടിച്ച് നേരെ അകത്തേക്ക് വന്നു. ഈ സമയത്ത് ഗായ് ആണെങ്കിൽ ബോസിന്റെ അടുത്ത് എന്നെ വീട്, നമുക്ക് അവരെ പോയിട്ട് രക്ഷിക്കാം, അവർക്ക് ഹെൽപ്പ് വേണമെങ്കിലോ, തൂളിന് എന്തെങ്കിലും പറ്റിയാല് നിനക്ക് സഹിക്കാൻ പറ്റോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബോസിനായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് ടീമും ഭയങ്കരമായിട്ട് വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ഗായ് ആണെങ്കിൽ ബോസിനെ ഭയങ്കരമായിട്ട് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എങ്ങനെയെങ്കിലും പുറത്തിപ്പോ വരണം. ഇവിടെ വഴക്കടക്കുന്നതിന്റെ ഇടയ്ക്ക് തൂളിന്റെ കയ്യിലാണെങ്കിൽ വെടിയും കൊള്ളുന്നുണ്ട്. ഇത് നോക്കണ്ട ബോസ് പൊക്കോന്നും പറഞ്ഞ് തൂളി ട്യൂനെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് ഒരാൾ എണീറ്റ് വന്ന് തൂളിനെ വെടിവെക്കാൻ നോക്കുകയാണ്. ട്യൂ അയാളെ വെടിവെക്കുന്നുണ്ട്. അങ്ങനെ നേരെ മേലേക്ക് പോയി നിൽക്കുന്ന സമയത്ത് കെഞ്ചി പൈപ്പിന്റെ നേരെ തോക്കും ചൂണ്ടി നിൽക്കുവാണ്. ട്യൂ കെഞ്ചിക്ക് നേരെയും തോക്ക് ചൂണ്ടുന്നു. എന്തെങ്കിലും ബോസിന് സംഭവിച്ചാല് ഉറപ്പായിട്ട് ഞാൻ നിന്നെ കൊല്ലുന്നു പറഞ്ഞുകൊണ്ടാണ് ട്യൂ നിൽക്കുന്നത്. ഇവൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ലോയൽ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി സംസാരിക്കുന്നുണ്ട്. നിന്നെ പോലെയല്ല, തിന്ന ചോറിന് നന്ദിയുള്ളവനാണ് ഞാൻ, നിനക്ക് ചോറും വെള്ളവും കാര്യങ്ങളൊക്കെ തന്നിട്ടും നീ എന്നെ തിരിച്ചടിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് പൈപ്പ് നിൽക്കുന്നത്. എന്നെ നീ ഒരു പട്ടീനെ പോലെയാണ് ട്രീറ്റ് ചെയ്തത്, ഞാൻ അതിനെ റിവെഞ്ച് എടുക്കാനാ വന്നേന്ന് പറഞ്ഞ് കെഞ്ചിയും. അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പൈപ്പൂൻ കെഞ്ചിന്റെ കയ്യിലുള്ള തോക്ക് മേടിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് കെഞ്ചി പൈപ്പിനെ വെടിവെക്കുന്നു. ഇതുകൊണ്ട് ദേഷ്യം വന്നിട്ട് ട്യൂ കെഞ്ചിനെ വെടിവെക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊള്ളുന്നൊന്നുമില്ല. അങ്ങനെ പരസ്പരം വെടിവെച്ച് കെഞ്ചി അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. ബോസ് ഓക്കെയാണോന്ന് ചോദിച്ച് ട്യൂ കെഞ്ചിന്റെ പുറകെ പോവാണ്. കെഞ്ചി പോവാൻ നിൽക്കുന്ന സമയത്ത് ബോസും ഗായും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബോസിനെ അടിച്ചിട്ട് ഗായിന്റെ കഴുത്തിന് നേരെ തോക്ക് വെച്ചോണ്ടിരിക്കാണ്.
അങ്ങോട്ടേക്ക് ട്യൂവും വരുന്നുണ്ട്. ഇതിപ്പോ റിവെഞ്ചിനുള്ള ടൈമാണ്, നീ ഗൺ അവിടെ താഴെ വെച്ചിട്ടില്ലെങ്കിൽ ഇവന്റെ തല ഒന്നും പറഞ്ഞുകൊണ്ടാണ് കെഞ്ചി നിൽക്കുന്നത്. ഗായി ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും കെഞ്ചിനെ തള്ളി വിട്ടിട്ട് ട്യൂവിന്റെ അടുത്തേക്ക് വരുന്നു. ട്യൂ ആണെങ്കിൽ ഗായിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുവാണ്. കെഞ്ചി ആണെങ്കിൽ വെടിവെക്കാൻ നോക്കുന്ന സമയത്ത് അവനെ ആരോ വെടിവെക്കുന്നുണ്ട്. കെഞ്ചിനെ വെടിവെച്ചതാണെങ്കിലോ പൈപ്പുൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പൈപ്പിന് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പം പൈപ്പിനാണെങ്കിൽ അവൻ്റെ അടുത്ത് പൊക്കോളാനാണ് പറയുന്നത്. നേരെ ഗായിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിനാ എൻ്റെ പുറകെ വന്നത്, നിനക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇങ്ങോട്ട് വന്നത്, നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്താക്കുന്ന് ഗായി. അങ്ങനെ ഇതൊക്കെ അവസാനിച്ച എന്റെ സന്തോഷത്തില് രണ്ടുപേരും കെട്ടിപ്പിടിച്ചേക്കുന്നുണ്ട്. എന്നിട്ട് തൂളിന്റെ അടുത്ത് ഓക്കെ ആണോന്ന് ചോദിച്ച് അവരവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പായും പോലീസും വരുവാണ്. ഇവള് പോലീസാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഗായിയാണ് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അവള് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ തന്നെ പായനെ വിളിച്ചത്. അങ്ങനെ നമ്മുടെ പൈമാരൊക്കെ അവിടെ നിന്ന് പോയി കഴിയുമ്പം പായ് വന്നിട്ട് പൈപ്പിന്റെ അടുത്ത് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഗായിന്റെ വോയിസ് ഓവറിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്. പൈപ്പിനെ ഒരുപാട് ഇൻട്രോഗേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ മാഫിയ വേൾഡിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് പോലീസിന് കിട്ടി. പൈപ്പിനെ ഒരു വിറ്റ്നസ് ആക്കിക്കൊണ്ടായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്. ട്യൂനെ കുറിച്ചോ തൂളിനെ കുറിച്ചോ എന്തിന് ഇവരാരെ കുറിച്ചും പൈപ്പിന് ഒരു അക്ഷരം പോലും അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പൈപ്പും തന്നെ ട്യൂന്റെ അടുത്ത് പറയുന്നുണ്ട് നീ പോയിട്ട് നിന്റെ ജീവിതം ജീവിക്കാൻ. പക്ഷെ ട്യൂ ആ ഒരു ഷാബു റെസ്റ്റോറൻറ്റ് നടത്തുകയല്ല ചെയ്യുന്നത്, അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവരവരുടേതായ പാഷന് വേണ്ടി പോയി. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഗായ് കഷ്ടപ്പെട്ട് എപ്പോഴാടാ ഈ ക്ലാസ് കഴിയാന്നും പറഞ്ഞ് ക്ലാസ്സിലിരിക്കുന്നതാണ് കാണുന്നത്. ടൈം നോക്കുന്ന വേണ്ടിയിട്ട് ബാല് പറയുന്നുണ്ട് നീ ഇങ്ങനെ സമയം നോക്കിയെന്ന് വെച്ച് സമയം പെട്ടെന്ന് പോകത്തില്ലെന്ന്. ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയൊരു ഡേ ആണ്, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെക്കനിരിക്കുന്നത്. ഒറ്റയടിക്ക് അടുത്ത ക്ലാസ് ഒന്നും ഇല്ലല്ലോ എന്ന് വാല്. വേണ്ട എന്തായാലും ഇതിപ്പോൾ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗായ് നിൽക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ ബാഗ് കൊടുത്ത് ഒറ്റ പോക്കാണ്. ഈ സമയം വാലിൻ്റെ അടുത്ത് ഒരു പയ്യൻ വന്നിട്ട് എനിക്ക് മര്യാദയ്ക്ക് നോട്ട് എടുക്കാൻ പറ്റിയില്ല, നിങ്ങൾ എഴുതുന്ന കണ്ടായിരുന്നു, അതൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. സീരീസിന്റെ തുടക്കത്തില് ഗായിന്റെ അടുത്ത് വന്നിട്ട് വാൽ എങ്ങനെയാണോ ചോദിച്ചത് അതേ കണക്ക് തന്നെ ഈ പയ്യൻ ചോദിക്കുകയാണ്. വാലിനും ആ പയ്യനെ ഇഷ്ടപ്പെട്ട കണക്ക് ഒന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ വാലിന്റെ ലൈഫ് സെറ്റായിരിക്കുന്നതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഗായി നേരെ വരുന്നത് അവിടെ നമ്മുടെ തൂളും ടോമും ഒക്കെയുള്ള സ്ഥലത്തേക്കാണ്. എല്ലാവരും ഭയങ്കര കമ്പനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാണ്. അങ്ങോട്ടേക്ക് മഫിനും വരുന്നുണ്ട്, നമ്മുടെ ബോസ് അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പായ എവിടെയോ പോയേക്കുവാണ്. പക്ഷേ എന്നാലും ഒരു ഓണർ മിസ്സിംഗ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ ഓണർ ഇവിടെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് സ്ട്രോബെറി കേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉമ്മാരെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിനെ ടീസ് ചെയ്തേന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അങ്ങോട്ടേക്ക് സ്ട്രോബെറി കേക്ക് കൊടുത്ത് വരുന്നുണ്ട്. ആഹാ സ്ട്രോബെറി കേക്ക് ആണല്ലോ ഇത്, ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിച്ച് മഫിൻ. എല്ലാവരും കൂടെ കോറസ് ആയിട്ട് മഫിനെ വിളിക്കുന്നു. ടോം മഫിൻ്റെ അടുത്തേക്ക് എന്തോ ഒരു സാധനം എടുത്ത് അത് നീ ഇത് തിന്നെന്ന് പറഞ്ഞ് അതിനെ കുടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഇനിയിപ്പോൾ നമ്മളാണുള്ളത്. എൻ്റെ ബോസ് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള മൊമെന്റ് ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് തൂളും ബോസിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ പയ്യന്മാരാണെങ്കിൽ റൊമാൻറ്റിക് ആയിട്ട് ആ കേക്കൊക്കെ എടുത്ത് തീറ്റിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ നൈറ്റ് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാണ്. ട്യൂ ആണ് അതൊക്കെ ഉണ്ടാക്കിയത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുന്നു, സോജ് കുടിക്കുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന്. പക്ഷെ ഒരാൾ കുറവാണ്, പായ അവിടെ ഇല്ലാലോ. അതിനെക്കുറിച്ച് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എന്നാൽ പിന്നെ ഞാൻ കൂടാന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. നോക്കുമ്പം വാലാണ്. അങ്ങനെ അവനും അവിടെ ഇരുന്ന് ഗെയിം കളിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് ഗായ് നമ്മുടെ അടുത്ത് പറയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് ഞങ്ങൾക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഭയങ്കര ഹാപ്പിയാണെന്നുള്ള രീതിക്ക് ഗായ് പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ പയ്യന്മാർ മാത്രമേ ഉള്ളൂ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ടീസ് ചെയ്ത് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ആരോ നോക്കുന്ന കണക്ക് ഞെട്ടി മാറുവാണ്. ഒരു നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് ആ ജനലങ്ങ് അടയ്ക്കുവാണ്. ഒരുമാതിരി നമ്മൾ അവരെ ഒളിഞ്ഞു നോക്കുന്ന കണക്കൊരു ഫീല്. എനിവേസ് ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് 8ാമത്തെ എപ്പിസോഡ് അഥവാ ഫൈനൽ എപ്പിസോഡ് കഴിയുന്നത്. ഈ ഒരു സീരീസ് കഴിഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, ഇഷ്ടപ്പെട്ട സീന്, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു,